ചൈൽഡ് പഠിച്ചു, ക്വാളിഫയിങ് ചൈൽഡ്, ക്വാളിഫയിങ് അല്ലാത്ത ചൈൽഡ്, ഫ്രണ്ടിന്റെ ചൈൽഡ്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ റൂൾ ഫോർ പാരന്റ്. ഓക്കെ, ഇഫ് യുവർ ക്വാളിഫയിങ് പേഴ്സൺ ഈസ് യുവർ പാരന്റ്, ഇപ്പൊ നമ്മൾ പാരന്റ്സിനെയാണ് ക്വാളിഫയിങ് പേഴ്സൺ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കുന്നതെന്ന് വിചാരിക്കും. You may be eligible to file as head of household even if your parent doesn't live with you. However, you must be able to claim your parent as a dependent. Also, you must pay more than half the cost of keeping up a home that was the main home for the entire year of your parent. If you pay more than half the cost of keeping a parent in rest home or home for the elderly, that counts as paying more than half the cost of keeping up your parent's main home. അതായത് ക്വാളിഫയിങ് പേഴ്സൺ നമ്മുടെ പാരന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കുന്നത് നമ്മുടെ പാരന്റ് ആണെങ്കിൽ നമുക്ക് ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന ഫയലിംഗ് സ്റ്റാറ്റസിൽ ITR ഫയൽ ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാ, നമ്മുടെ പാരന്റ്സിന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ മെയിൻ ഹോം നമ്മൾ ഇഫ് യു പേ മോർ ദാൻ ഹാഫ് ദ കോസ്റ്റ് ഓഫ് കീപ്പിംഗ് യുവർ പാരന്റ്, യെസ്, നമ്മളൊരു നല്ല എമൗണ്ട് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഒരു നല്ലൊരു തുക നമ്മൾ പാരന്റ്സിന് നോക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഡിപ്പെൻഡന്റ് ആക്കി വെക്കുക മാത്രമല്ല ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന ഫയലിംഗ് കാറ്റഗറിയിൽ ITR ഫയൽ ചെയ്യാൻ പറ്റും. ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വീട്ടിലെ മേജർ ഇൻകം നമ്മുടെ ആയിരിക്കണം. ദാറ്റ് മീൻസ് ടാക്സ് പേയറുടെ ആയിരിക്കണം. ടാക്സ് പേയറുടെ ഇൻകത്തിൽ നിന്നായിരിക്കണം ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്, പാരന്റ്സിനെ നോക്കുന്നത്, വീട്ടു ചെലവ് കാര്യങ്ങളെല്ലാം. സോ മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ടാക്സ് പേയറുടെ ഇൻകം ആയിരിക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ടാക്സ് പേയർക്ക് ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ITR ഫയൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ നമ്മുടെ പാരന്റ്സിനെ ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ, കാരണം പാരന്റ്സിന് ഓൾഡായി, പ്രായമായി, അല്ലെ, അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സോഴ്സ് ഒന്നും ഇല്ല. സോ അങ്ങനെ വരുമ്പോൾ അവരെ നമ്മളാണ് നോക്കേണ്ടത്. അപ്പൊ അവരെ ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും, അല്ലെ, ബ്ലഡ് റിലേഷൻ ഉണ്ട്, കാരണം നമ്മുടെ പാരന്റ്സ് ആണ്. സോ അവരെ നമുക്കൊരു ഡിപ്പെൻഡന്റ് ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ ഫയലിംഗ് സ്റ്റാറ്റസിൽ ITR ഫയൽ ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാ, വീട്ടിലെ മെയിൻ ആണ് നമ്മുടെ പാരന്റ്സ് എന്ന് പറയുന്നത്. സോ അവർക്കൊരു നല്ല സോഴ്സ് ഓഫ് ഇൻകം ഇല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ നോക്കേണ്ടത് ആരാണ്, ഒബ്വിയസ്ലി ടാക്സ് പെയർ ആണ്. സോ ടാക്സ് പെയറുടെ ആയിരിക്കും മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ടാക്സ് പെയർ ആയിരിക്കും ആ വീട്ടിലെ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടാക്സ് പെയർക്ക് ആ ഒരു കാറ്റഗറിയിൽ ITR ഫയൽ ചെയ്യാനും സാധിക്കും, പാരന്റ്സിന്റെ ക്വാളിഫയിങ് പാരന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കാനും സാധിക്കും. മനസ്സിലായോ അത് പാരന്റ്സിൻ്റെത്? ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഡെത്ത് ഓർ ബർത്ത്, അതാണ് പഠിക്കാൻ പോകുന്നത്. You may be eligible to file as head of household even if the qualifying person who qualifies you for this filing status is born or dies during the year. To qualify you for head of household filing status, the qualifying must be done one of the following: your qualifying child or qualifying relative who lived with you for more than half the part of the year they were alive, your parent for whom you paid for the entire part of the year your parent was alive, more than half the cost of keeping up the home your parent lived in. So death or birth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you may be eligible to file as a head of household even if the qualifying person who qualifies you for this filing status is born or dies during the year ആണ്. അതായത് നമ്മളിപ്പോൾ ഒരാളെ ക്വാളിഫയിങ് പേഴ്സൺ ആയിട്ട് വെച്ചു അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് വെച്ചു. സോ ആ വ്യക്തി കറണ്ട് ടാക്സ് ഇയറിൽ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ജനിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് ക്വാളിഫയിങ് ആയിട്ട് വെക്കുകയും ചെയ്യാം. നമുക്ക് ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ITR ഫയൽ ചെയ്യുകയും ചെയ്യാം. പക്ഷെ അവിടെ ഒരു പോയിന്റ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി അറ്റ്ലീസ്റ്റ് 6 മാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മുടെ കൂടെ താമസിക്കുക, നമ്മുടെ കൂടെ ജീവിക്കുകയും വേണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് അവർ ക്വാളിഫയിങ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. അതോട് പറയുന്നുണ്ട് കണ്ട, ലീവ്ഡ് വിത്ത് യു, ഇവിടെ കണ്ട, ലീവ്ഡ് വിത്ത് യു ഫോർ മോർ ദാൻ ഹാഫ് ദ പാർട്ട് ഓഫ് ദ ഇയർ ആണ്. അതായത് 6 അതിൽ കൂടുതലോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. സോ അതിന് ശേഷമായിരിക്കണം, ഒന്നില്ലെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടാവുക. സോ ഒരാൾ ഇപ്പോൾ ഒരു ടാക്സ് ഇയറിൽ ഒരു വാവ് ജനിച്ചു അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചു എന്ന് വിചാരിക്കുക. സോ ആ കുട്ടി 6 മാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടാക്സ് ഇയർ കഴിയുന്നതിന് മുന്നേ 6 മാസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കണം. എങ്കിൽ മാത്രമേ ആ പുതിയതായി ജനിച്ച കുട്ടീനെ നമുക്കൊരു ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും മരിച്ചു പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ്
6 മാസം അല്ലെങ്കിൽ 7 മാസം എങ്കിലും നമ്മുടെ കൂടെ ജീവിച്ച് നമ്മുടെ കൂടെ താമസിച്ചതിന് ശേഷമായിരിക്കണം മരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് കറണ്ട് ടാക്സ് ഇയറിൽ മരിച്ചു പോയ ആളെ ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ അവിടെ നമുക്ക് ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ITR ഫയൽ ചെയ്യാൻ പറ്റും. കാരണം ആ മരിച്ചുപോയ വ്യക്തിയുടെ കാര്യങ്ങൾ നോക്കുന്നതും അല്ലെങ്കിൽ പുതിയതായിട്ട് ജനിച്ച ഒരു കുട്ടിയുടെ കാര്യം നോക്കുന്നതും നമ്മളായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഇൻകം ആയിരിക്കുമല്ലോ അവിടെ മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഹെഡ് ഹൗസ് ഹോൾഡ് ആയിരിക്കും നമ്മളായിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ ITR ഫയൽ ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. ഓക്കെ, അതായത് 6 മാസത്തിൽ കൂടുതലോ, അതായത് 6-7 മാസമെങ്കിലും നമ്മുടെ കൂടെ അവരുണ്ടായിരുന്നിരിക്കണം. അതിനുശേഷമായിരിക്കണം മരിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ ജനിച്ചാൽ പോലും 6 അതിൽ കൂടുതലോ മാസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കണം ഒരു ടാക്സ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അതാണ് പറയുന്നത്, ഡെത്ത് ഓർ ബർത്തിന്റെ കാര്യം പറയുന്നത്. അപ്പൊ നമുക്ക് അവരെ ക്വാളിഫയിങ്ങോ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റോ ആയിട്ട് വെക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ടോപ്പിക് ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. യു ആർ അൺമാരിഡ്. ഓക്കെ, അൺമാരിഡ് ആണ്. യുവർ പാരന്റ് ടു ക്ലെയിം ആസ് എ ഡിപ്പെൻഡന്റ് lived in an apartment alone. നമ്മുടെ പാരന്റ് ഒരു അപ്പാർട്ട്മെന്റിൽ തനിച്ചാണ് താമസിക്കുന്നത്. യുവർ പാരന്റ് ഡൈഡ് ഓൺ സെപ്റ്റംബർ 2 മരിച്ചു. ദ കോസ്റ്റ് ഓഫ് ദ അപ്കീപ്പ് ഓഫ് ദ അപ്പാർട്ട്മെന്റ് ഫോർ ദ ഇയർ അൺടിൽ യുവർ പാരന്റ് ഡെത്ത് വാസ് $6,000 ആണ്. അതായത് നമ്മുടെ പാരന്റ് മരിക്കുന്നത് വരെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഇത് നമ്മളാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിനെത്ര ചെലവ് വന്നിരുന്നത്? $6,000 ആണ്. യു പെയ്ഡ് 4,000 ആൻഡ് യുവർ സിബ്ലിംഗ് പെയ്ഡ് 2,000. അപ്പൊ 6,000 നമ്മൾ ഡിവൈഡ് ചെയ്തു. സോ 4,000 നമ്മൾ അടയ്ക്കും, 6,000 നമ്മുടെ സിബ്ലിങ്സ് അടയ്ക്കും. യുവർ സിബ്ലിംഗ് മെയ്ഡ് നോ അതർ പേയ്മെന്റ്സ് ടുവേർഡ്സ് യുവർ പാരന്റ് സപ്പോർട്ട്. ഈ 2,000 അല്ലാണ്ട് വേറെ ഒരു പേയ്മെന്റ്സോ ഒന്നും ആരും നോക്കിയിരുന്നില്ല, സിബ്ലിംഗ് നോക്കിയിരുന്നില്ല. യുവർ പാരന്റ് ഹാഡ് നോ ഇൻകം. നമ്മുടെ പാരന്റിന് ഇൻകവും ഉണ്ടായിരുന്നില്ല. സോ അവരുടെ മേജർ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ആരാണ്? നമ്മളാണ്. ഓക്കെ, because you paid more than half of the cost of keeping up your parents' apartment from January 1 until your parents' death. January 1 എന്ന് പറയുമ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. ഓക്കെ, ഇറ്റ്സ് മോർ ദാൻ 6 months, ഹാഫ് ഓഫ് ദ ഇയർ ആണ്. സോ ഒബ്വിയസ്ലി ആ പാരന്റിനെ നമുക്ക് ഡിപ്പെൻഡന്റ് ആക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. കാരണം എന്താ, പാരന്റിന് ഇൻകം ഇല്ല. സോ പാരന്റിന് എന്തായാലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് പറ്റും ജീവിക്കാനായിട്ട്. പിന്നെന്താ, അപ്പാർട്ട്മെന്റ് കേസിന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളാണ് കൂടുതൽ അടയ്ക്കുന്നത് അല്ലേ? 4,000, 6,000 ടോട്ടൽ വരുന്ന അപ്പാർട്ട്മെന്റിന്റെ ചെലവ്. അതിൽ 4,000 അടയ്ക്കുന്നത് നമ്മുടെ ഇൻകത്തിൽ നിന്നാണ്. ബാക്കി 2,000 സിബ്ലിംഗ് പോകുന്നുള്ളൂ. അതുപോലെ തന്നെ പാരന്റ്സിന്റെ മരുന്ന്, ഫുഡ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമ്മളാണ്. ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, കണ്ടോ, യുവർ സിബ്ലിംഗ് മെയ്ഡ് നോ അതർ പേയ്മെന്റ്സ് ആണ്. വേറെ ഒരു പേയ്മെന്റും ചെയ്തിട്ടില്ല. ഉള്ളി ദാറ്റ് 2,000. സോ കൂടുതൽ ഇൻകം പോകുന്നത് അല്ലെങ്കിൽ കൂടുതൽ ചെലവ് പോകുന്നത് നമ്മുടെ അടുത്തു നിന്നാണ്. സോ നമ്മുടെയാണ് ആ പാരന്റിന്റെ മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അതുപോലെ ജാനുവരി തൊട്ട് സെപ്റ്റംബർ 2 പാരന്റ് മരിച്ചത്. അന്നേരം വരെ നമ്മുടെ കൂടെയായിരുന്നു ജീവിച്ചത്. നമ്മളാണ് എല്ലാം നോക്കുന്നത്. സോ ഇറ്റ്സ് മോർ ദാൻ 6 months ആണ്, അതായത് ഹാഫ് ഓഫ് ദ ഇയർ ആണ്. സോ എല്ലാ കാറ്റഗറിയും ഇവിടെ സൂട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ പാരന്റിന് ക്വാളിഫയിങ് പാരന്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കാൻ പറ്റും. നമുക്ക് ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ITR ഫയൽ ചെയ്യാനും പറ്റും. ഓക്കെ അല്ലേ? എക്സാമ്പിൾ, പാരന്റിന് ഇൻകം ഇല്ല, പാരന്റ് 6 മാസത്തിൽ കൂടുതൽ നമ്മൾ കൂടെ താമസിച്ചു അല്ലേ? പക്ഷെ പാരന്റ് മരിച്ചുപോയി. പാരന്റ് കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്, അതിന്റെ ചെലവ് കാര്യങ്ങളെല്ലാം കൂടുതൽ നമ്മളാണ്. സോ ഒബ്വിയസ്ലി പാരന്റ് നമ്മളെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പാരന്റിനെ ഒരു ക്വാളിഫയിങ് പേഴ്സണോ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റോ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, ടെമ്പററി ആബ്സെൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. You and your qualifying person are considered to live together even if one or both of you are temporarily absent from your home due to special circumstances such as illness, education, business, vacation, military service, or retention in a juvenile facility. It must be reasonable to assume the absent person will return to the home after the temporary absence. You must continue to keep up the home during the absence. ടെമ്പററി ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ക്വാളിഫയിങ് പേഴ്സൺ നമ്മുടെ പാരന്റ് ആയിരിക്കാം, ഓക്കെ, നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, നമ്മുടെ ചൈൽഡ് ആരെങ്കിലും ആയിരിക്കാം. സോ ടെമ്പററി ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് അവർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല.
അവർ ചിലപ്പോൾ ഒരു വെക്കേഷന് പോയി കാണാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസസിന് പോയി കാണാം, അല്ലെങ്കിൽ വയ്യാതെ ഹോസ്പിറ്റലിലായിരിക്കാം, അങ്ങനെ എന്തോ ആവാം. സോ കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വരില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ നമ്മൾ തന്നെയായിരിക്കും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്. സോ നമുക്ക് ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് കാറ്റഗറിയിൽ ഫൈറ്റ് ചെയ്യാനും പറ്റും, അവരെ ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കാനും പറ്റും. ഓക്കെ. പെർമനന്റ് ആബ്സെൻസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അവരെ ക്വാളിഫയിങ് പേഴ്സൺ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് കണക്കാക്കാതിരിക്കുകയുള്ളൂ. ടെമ്പററി ആബ്സെൻസ് ആണെങ്കിൽ, അതായത് ഇൽനെസ് കൊണ്ട്, എഡ്യൂക്കേഷണൽ കാര്യങ്ങൾ കൊണ്ട്, വെക്കേഷന് പോയത് കൊണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ടൂറോ ബിസിനസ് ട്രിപ്പോ വല്ലതും പോയതുകൊണ്ട്, അങ്ങനത്തെ കേസിന് കുറച്ച് നാളത്തേക്ക് നമ്മുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുവാണെങ്കിൽ എന്താ പറയാ, നമ്മൾ അവരെ ഡിപ്പെൻഡന്റ് ആയിട്ട് തന്നെ കണക്കാക്കാം. അവരെ എന്താ പറയാ, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരും. മേ ബി ഇപ്പൊ ഒരു 2 മന്ത്, സോറി, ഒരു 2 വീക്സ് ആവാം, 1 വീക്ക് ആവാം. അത് കഴിയുമ്പോൾ അവര് തിരിച്ചു വരും, ടെമ്പററിലി പോയതാണ്. സോ അതുകൊണ്ട് നമുക്ക് അവരെ സ്റ്റിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമുക്ക് ITR ഫയൽ ചെയ്യാനും പറ്റും. കാരണം അവര് നമ്മളുടെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നമ്മളാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് തന്നെ. അതിലൊരു വ്യത്യാസം വരുന്നില്ല. നമ്മൾ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്, നമ്മുടെ ഇൻകം തന്നെയാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഡിപ്പെൻഡന്റ് ആയിട്ട് അവരെ വെക്കുകയും ചെയ്യും. ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമുക്ക് ITR ഫയൽ ചെയ്യുകയും ചെയ്യും. അതാണ് ടെമ്പററി ആബ്സെൻസ്. ടെമ്പററി നമ്മുടെ ഡിപ്പെൻഡന്റോ ക്വാളിഫൈങ് പേഴ്സണോ നമ്മുടെ കൂടെ ഇല്ലാന്ന് വെച്ചിട്ട് നമുക്ക് ഒരു ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അവര് കുറച്ച് നാൾ പോയിട്ട് തിരിച്ചിങ്ങനെ തന്നെ വരുമല്ലോ, അതുകൊണ്ട് അവരെ നമുക്ക് ക്വാളിഫൈങ് ആയിട്ട് സ്റ്റിൽ കണക്കാക്കാം. നമുക്ക് ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് തന്നെയായിരിക്കും. സോ ആ കാറ്റഗറിയിൽ ITR ഫയൽ ചെയ്യുകയും ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അഡോപ്റ്റഡ് ചൈൽഡ് ഓർ ഫോസ്റ്റർ ചൈൽഡ്, അതാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. You may be eligible to file as head of household if the person who qualifies you for this filing status was an adopted child or foster child and you kept up a home for this person in 2023. The person was lawfully placed with you for legal adoption by you in 2023, or the person was an eligible foster child placed with you during 2023. The person is considered to have lived with you for more than half of 2023 if your main home was this person's main home for more than half the time since the child was adopted or replaced with you. ഓക്കെ. അതായത് ഇപ്പൊ നമ്മളൊരു ചൈൽഡിനെ അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, നമുക്കിപ്പോ കുട്ടികളൊന്നുമില്ല, അപ്പൊ നമുക്കൊരു കുട്ടീനെ ദത്തെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ ഒബ്വിയസ്ലി എന്തായിരിക്കണം, ലീഗലി എല്ലാ നടപടികളും കഴിഞ്ഞ് ആ കുട്ടി നമ്മുടെ കൂടെ വന്ന് താമസിക്കണം. എത്ര മാസമായിരിക്കും പിന്നെ കണക്ക്? ഹാഫ് ഓഫ് ദ ഇയർ, മോർ ദാൻ ഹാഫ് ഓഫ് ദ ഇയർ, ദാറ്റ് മീൻ 6 മാസത്തിൽ കൂടുതലെങ്കിലും നമ്മുടെ കൂടെ താമസിക്കണം. സോ അങ്ങനെ വരുവാണെങ്കിൽ ആ സിറ്റുവേഷനിൽ അഡോപ്റ്റ് ചെയ്ത കുട്ടിയെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ക്വാളിഫയിങ് ചൈൽഡോ ഡിപ്പെൻഡന്റോ ആയിട്ട് കണക്കാക്കാൻ പറ്റും. മനസ്സിലായോ? അത് നമ്മളൊരു കുട്ടീനെ ദത്തെടുക്കുവാണെന്ന് വിചാരിക്കുക. ആഫ്റ്റർ എല്ലാ ലീഗൽ പേപ്പേഴ്സും, ദത്തെടുക്കുമ്പോൾ നമുക്ക് ചുമ്മാ പോയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ, കുറെ ലീഗൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പർ കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് ഒപ്പിടാനൊക്കെ വേണം. സോ അങ്ങനത്തെ കുറെ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂടെ അറ്റ്ലീസ്റ്റ് ഒരു 7 മന്ത്സ് എങ്കിലും, അതായത് മോർ ദാൻ ഹാഫ് ഓഫ് ദി ഇയർ എന്നാണ് കണക്ക്, അതായത് 6 മാസത്തിൽ കൂടുതൽ. അപ്പോൾ ഒരു 7 മന്ത്സ് എങ്കിലും ആ കുട്ടി നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെയാണ് താമസിച്ചതെങ്കിൽ ആ ഒരു അഡോപ്റ്റ് ചെയ്ത ചൈൽഡിന്റെ മെയിൻ ഹോം എന്ന് പറയുന്നത് ടാക്സ് പേയറുടെ ഹോം ആണെങ്കിൽ നമുക്ക് ആ ഒരു അഡോപ്റ്റ് ചെയ്ത ചൈൽഡിനെ എന്തായിട്ട് കണക്കാക്കാം? ക്വാളിഫയിങ് ചൈൽഡ് ഓർ ഡിപ്പെൻഡന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഓക്കെ. അതാണ് ഈ അഡോപ്റ്റഡ് ചൈൽഡ് അല്ലെങ്കിൽ ഫോസ്റ്റർ ചൈൽഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അവിടെ ബ്ലഡ് റിലേഷൻ വരുന്നുണ്ടോ? ഒരിക്കലും വരുന്നില്ല, അല്ലെ? അവര് വേറെ കുട്ടിയാണ്, വേറൊരു പാരന്റിന്റെ കുട്ടിയാണ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ പറയാ, അവര് ഈ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സക്സസ് ആയി ആ കുട്ടി നമ്മുടെ കൂടെ ഒരു 7-8 മാസമൊക്കെ താമസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലഡ് റിലേഷൻ അല്ല പോലും നമുക്ക് ആ കുട്ടീനെ എന്തായിട്ട് കണക്കാക്കാം? ക്വാളിഫൈങ് ചൈൽഡ് അല്ലെങ്കിൽ പിന്നായിട്ട് കണക്കാക്കാൻ പറ്റും. ഇത്ര നേരം നമ്മളെന്താ പഠിച്ചത്? ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാരെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ അഡോപ്റ്റഡ് ചൈൽഡിന്റെ കേസിൽ ഇങ്ങനെ ഒരു എക്സംഷൻ വരുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് റിലേഷൻ എല്ലാ പോലും ലീഗലി എല്ലാ പേപ്പേഴ്സും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്, ഒരു 8 മാസം നമ്മുടെ കൂടെ താമസിച്ചിട്ടുണ്ട്, എന്നാൽ നമുക്ക് ആ കുട്ടീനെ ഒരു ക്വാളിഫൈങ് ചൈൽഡ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. കിഡ്നാപ്പ് ചൈൽഡ് ആണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. കിഡ്നാപ്പ് ചൈൽഡ് ആണ്. You may be eligible to file as head of household even if the child who is your qualifying person has been kidnapped. Okay, you may be eligible to file as head of household even if the child who is your qualifying person, നമ്മുടെ qualifying person ആയിരുന്ന ചൈൽഡിനെ ആരോ കിഡ്നാപ്പ് ചെയ്തു,
സോ അങ്ങനെ വന്നാലും നമുക്ക് ഹെഡ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ITR ഫയൽ ചെയ്യാൻ പറ്റും. യു ക്യാൻ ക്ലെയിം ഹെഡ് ഹൗസ് ഹോൾഡ് ഫയലിംഗ് സ്റ്റാറ്റസ് ഇഫ് ഓൾ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, the child is presumed by law enforcement authorities to have been kidnapped by someone who isn't a member of your family or the child's family. ഇപ്പൊ നമ്മളുടെ ആ ക്വാളിഫൈങ് ചൈൽഡിനെ ഒരാൾ കിഡ്നാപ്പ് ചെയ്തു. ആ കിഡ്നാപ്പ് ചെയ്ത വ്യക്തി എന്തായിരിക്കരുത്? നമ്മുടെ ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡിന്റെ ഫാമിലി മെമ്പറോ ആവരുത്. നമ്മുടെ ഫാമിലി മെമ്പർ തന്നെ ആയിരിക്കും ഒബ്വിയസ്ലി ചൈൽഡിന്റെ ഫാമിലി മെമ്പറും സെയിം ആയിരിക്കും. പക്ഷെ ഇപ്പോൾ അഡോപ്റ്റഡ് ചൈൽഡ് കേസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്താ അത് നമ്മുടെ ഫാമിലി മെമ്പർ ആവില്ലല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ കിഡ്നാപ്പ് ചെയ്ത വ്യക്തി ഒരിക്കലും നമ്മുടെ മെമ്പറോ നമ്മുടെ ചൈൽഡിന്റെ ഫാമിലി മെമ്പറോ ആവരുത്. പിന്നെ ലീഗൽ അതോറിറ്റീസ് എല്ലാം മനസ്സിലാക്കണം, ആ കുട്ടി കിഡ്നാപ്ഡ് ആയി, കുട്ടി ഇല്ല, നമ്മുടെ അടുത്തില്ല, കിഡ്നാപ്പ് ചെയ്തു ആരോ എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടണം. ഓക്കെ. സെക്കൻഡ് വൺ, ഇൻ ദ ഇയർ ഓഫ് കിഡ്നാപ്പിംഗ് ചൈൽഡ് ലിവ്ഡ് വിത്ത് യു ഫോർ മോർ ദാൻ ഹാഫ് ദ പാർട്ട് ഓഫ് ദ ഇയർ ബിഫോർ ദി കിഡ്നാപ്പിംഗ്. സോ എവിടെ വന്നിരുന്നാൽ പോലും ചൈൽഡ് എത്ര നാളെങ്കിലും ജീവിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ക്വാളിഫൈങ് പേഴ്സൺ മോർ ദാൻ ഹാഫ് ഓഫ് ദ ഇയർ, അതായത് ഒരു 6 മാസത്തിൽ കൂടുതലെങ്കിലും നമ്മുടെ കൂടെ വീട്ടിൽ നമ്മുടെ കൂടെ ഒരുമിച്ച് ഉണ്ടായിരുന്നിരിക്കണം ബിഫോർ കിഡ്നാപ്പ് ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ. ദെൻ തേർഡ് പോയിന്റ്, ഇൻ ദ ഇയർ ഓഫ് ചൈൽഡ്സ് റിട്ടേൺ, ഇനി എപ്പോഴെങ്കിലും ചൈൽഡ് തിരിച്ചു വരുവാണെങ്കിൽ the child lived with you for more than half the part of the year following the date of the child's return. Okay. ചൈൽഡ് തിരിച്ചു വരികയാണെങ്കിലും എത്ര നാളുണ്ടാവണം? മോർ ദാൻ ഹാഫ് ഓഫ് ദ ഇയർ ആണ്, അതായത് 6 മാസത്തിൽ കൂടുതൽ. You would have qualified for head household filing status if the child hadn't been kidnapped. ചൈൽഡ് കിഡ്നാപ്പ് ചെയ്താലും ചൈൽഡ് കിഡ്നാപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെഡ് ഹൗസ് ഹോൾഡ് തന്നെയായിരിക്കും. കാരണം എന്താ, ചൈൽഡിന്റെ കാര്യങ്ങൾ നോക്കുന്നത് നമ്മളാണ്, മേജർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് നമ്മളിൽ നിന്നാണ്. സോ നമ്മളായിരിക്കും ആ വീടിന്റെ ഹെഡ് എന്ന് പറയുന്നത്, ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. സോ ആ കാറ്റഗറിയിൽ ITR ഫയൽ ചെയ്യാൻ പറ്റും. സോ ഒരു കുട്ടിയെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യം ലീഗൽ അതോറിറ്റീസ് അറിയണം, ലീഗൽ അതോറിറ്റീസിന് ബോധ്യപ്പെടണം. പിന്നെ കിഡ്നാപ്പ് ചെയ്തത് ഒരിക്കലും ആ കുട്ടിയുടെ ബന്ധുവോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പറോ ആവരുത്, നമുക്ക് പരിചയമില്ലാത്ത പുറത്തുനിന്നുള്ള ആരെങ്കിലും ആയിരിക്കണം. പിന്നെ ഇപ്പൊ കുട്ടി കിഡ്നാപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കൂടെ മോർ ദാൻ ഹാഫ് ഓഫ് ദ ഇയർ, ദാറ്റ് മീൻസ് 6 മാസത്തിൽ കൂടുതലെങ്കിലും ഉണ്ടായിരിക്കണം. തിരിച്ചു വന്നാലും അത് തന്നെ അവസ്ഥ, 6 മാസത്തിൽ കൂടുതൽ നമ്മുടെ കൂടെ ലിവ് ടുഗെദർ ആണ്, നമ്മുടെ കൂടെ ഒരു ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഉണ്ടായിരുന്നിരിക്കണം. ഓക്കെ. ഇനിയിപ്പോ കുട്ടി കിഡ്നാപ്പ് ആയാലും ആയില്ലെങ്കിലും ആ വീട്ടിലെ ഹെഡ് നമ്മളായിരിക്കും, കാരണം എല്ലാ കാര്യങ്ങളും നോക്കും നമ്മളാണ്, മീൻസ് ടാക്സ് പെയർ ആണ്. സോ ആ ടാക്സ് പെയർ എന്തായിട്ട് ഫയൽ ചെയ്യാൻ പറ്റും? ഹെഡ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ITR ഫയൽ ചെയ്യാൻ പറ്റും. ഓക്കെ. ദിസ് ട്രീറ്റ്മെന്റ് അപ്ലൈസ് ഫോർ ഓൾ ഇയേഴ്സ് അൺടിൽ ദ ഏർലിയർ ഓഫ് there is a determination the child is dead or their child would have reached age. ഓക്കെ. ഇനി ഇതിൽ എക്സംഷൻ വരുന്ന 2 സിറ്റുവേഷൻ ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന്, ചൈൽഡ് ഇസ് ഡെഡ്, തട്ടിക്കൊണ്ടുപോയ കുട്ടി മരിച്ചു പോയി എന്ന് വിചാരിക്കുക, അങ്ങനത്തെ ഒരു കേസ് വരാണ്. അതല്ലെങ്കിൽ ആ കുട്ടിക്ക് 18 വയസ്സായെന്ന് വിചാരിക്കുക. സോ എന്തായിരിക്കും? ദിസ് ട്രീറ്റ്മെന്റ് അപ്ലൈസ് ഫോർ ഓൾ ഇയേഴ്സ് അൺടിൽ ദ ഏർലിയർ ഓഫ്, ഇതിലേതാണോ ആദ്യം നടക്കുന്നത് അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവര് ക്വാളിഫയിങ് ചൈൽഡ് എന്നോ അല്ലെങ്കിൽ ഹെഡ് ഹൗസ് ഹോൾഡ് എന്ന കാറ്റഗറിയിലോ നമുക്ക് ITR ഫയൽ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇത്ര നേരം നമ്മൾ പഠിച്ചത് എന്താണ്? നമുക്ക് ക്വാളിഫയിങ് പേഴ്സൺ ആക്കി എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും, ഹെഡ് ഹൗസ് ഹോൾഡിൽ എങ്ങനെ ITR ഫയൽ ചെയ്യാൻ പറ്റും, ഏതൊക്കെ സിറ്റുവേഷനിൽ ഫയൽ ചെയ്യാൻ പറ്റും, ആരെല്ലാം ക്വാളിഫയിങ് പേഴ്സൺ ആക്കാൻ പറ്റും എന്നാണ്. പക്ഷെ ഇപ്പൊ പഠിച്ച 2 പോയിന്റ് എന്താണ്? ഈ ഹെഡ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമുക്ക് ITR ഫയൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ക്വാളിഫയിങ് പേഴ്സൺ ആയിട്ട് ചൈൽഡിനെ വെക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എപ്പോഴാണോ? ഒന്ന്, 18 വയസ്സായ, 18 അതിൽ കൂടുതലോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡന്റ് ആണ് അല്ലേ. എന്താണ്, അവർക്ക് ഇപ്പൊ ജോലിയായി, അവർക്ക് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സോ ഒബ്വിയസ്ലി നമ്മൾ അവര് ഡിപ്പെൻഡന്റ് ആയിട്ടോ ക്വാളിഫയിങ് ചൈൽഡ് ആയിട്ടോ കണക്കാക്കില്ല. അതൊന്ന്. സെക്കൻഡ് വൺ, ദ ഇയർ ദർ ഈസ് എ ഡിറ്റർമിനേഷൻ ദാറ്റ് ചൈൽഡ് ഇസ് ഡെഡ്, ചൈൽഡ് മരിച്ചു പോവാണ്. മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ നോക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇല്ല. സോ ഇത് രണ്ടിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഹെഡ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ കാറ്റഗറി അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ. ഇന്ന് പഠിച്ച ഐറ്റമൈസ് ഡിഡക്ഷൻ, അതായത് അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിൽ നിന്നും ഒരു എമൗണ്ട് ഡിഡക്ട് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ടാക്സ് എമൗണ്ട് കുറച്ച് കാണിക്കുന്നു. ഓക്കെ. അതുപോലെ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം എന്താണെന്ന് പഠിച്ചു. ടോട്ടൽ ഇൻകം മൈനസ് അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം, ടോട്ടൽ ഇൻകം മൈനസ് ഡിഡക്ഷൻസ്. പിന്നെ നമ്മൾ പഠിച്ചു ക്വാളിഫയിങ് പേഴ്സൺ ആരൊക്കെയാണ്,
ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അവർ ക്വാളിഫയിങ് പേഴ്സൺ ആയിട്ട് കണക്കാക്കുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസിൽ അവർ ക്വാളിഫയിങ് പേഴ്സൺ ആയി കണക്കാക്കൂല. ഇപ്പൊ ഒരു ചൈൽഡ് എടുക്കുകയാണെങ്കിൽ അല്ലെ, 18 അതിൽ കുറവായിരിക്കണം, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിന് ക്വാളിഫയിങ് ആയിട്ട് കണക്കാക്കൂല. പിന്നെ പഠിക്കുന്നതാണെങ്കിൽ നമുക്ക് ക്വാളിഫയിങ് ആയിട്ട് കണക്കാക്കാം. ജോലി ചെയ്ത് ഇപ്പൊ ഒരു $5,000 കൂടുതൽ സമ്പാദിക്കുന്നുവെങ്കിൽ ക്വാളിഫയിങ് അല്ല. 5,000 കുറവാണ്, അവർക്ക് വലിയൊരു ഇൻകം ഒന്നും ഇല്ല, അവർ നമ്മളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എങ്കിൽ അവരെന്തായിരിക്കും, ക്വാളിഫയിങ് ആണ്. പിന്നെ എന്തൊക്കെ വന്നിരുന്നാൽ പോലും മോർ ദാൻ ഹാഫ് ഓഫ് ദ ഇയർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം, നമ്മുടെ ബ്ലഡ് റിലേഷനും ആയിരിക്കണം. അതായത് 6 മാസത്തിൽ കൂടുതൽ, ഒരു ഇയറിൽ 6 മാസത്തിൽ കൂടുതൽ നമ്മുടെ കൂടെ ജീവിച്ചിട്ടുണ്ടാവണം. അതുപോലെ നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള കുട്ടിയായിരിക്കണം. സോ ദേ ആർ ക്വാളിഫൈഡ് ചൈൽഡ്. ഇപ്പൊ പാരന്റ് ആണെങ്കിലും സെയിം തന്നെ, നമ്മുടെ കൂടെ താമസിക്കണം. മോർ ദാൻ ഹാഫ് ഓഫ് ദ ഇയർ, ദാറ്റ് മീൻസ് മോർ ദാൻ 6 months നമ്മുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ. പിന്നെ അവർക്കൊരു നല്ല ഇൻകം സോഴ്സ് ഉണ്ടാവരുത്, അവർ നമ്മളെ ആയിരിക്കണം ആശ്രയിച്ച് ജീവിച്ചിട്ടുണ്ടാവുക. ഈ കേസിലെല്ലാം ആ പാരന്റിനെ ഡിപ്പെൻഡന്റോ ക്വാളിഫയിങ്ങോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഡെത്ത് അല്ലെങ്കിൽ ബർത്ത് കേസിൽ വന്നാലും അറ്റ്ലീസ്റ്റ് ഇപ്പൊ ജനിച്ചതാണെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 6 മാസത്തിൽ കൂടുതലോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കണം. മരിച്ചാലും സെയിം സിറ്റുവേഷൻ തന്നെ. ഓക്കെ. ഇപ്പൊ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, ലീഗൽ അതോറിറ്റീസിനെ അറിയിക്കണം. കിഡ്നാപ്പ് ചെയ്യുന്നതിന് മുന്നേ 6 മാസത്തിൽ കൂടുതൽ ആ കുട്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കണം. ഓക്കെ. പിന്നെ 18 വയസ്സിൽ കൂടുതൽ ആകാൻ പാടില്ല, ഒരു മേജർ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവാൻ പാടില്ല. ഇനിയിപ്പോ ഒരു കുട്ടി മരിച്ചു പോയാ അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ക്വാളിഫയിങ് ആണോ? ഒരിക്കലും അല്ല. ഓക്കെ. 18 വയസ്സ് കഴിഞ്ഞു, അവർക്കൊരു നല്ലൊരു ഇൻകം സോഴ്സ് ഉണ്ട്, ഒരു ജോലി ഉണ്ടെങ്കിൽ അവർ ക്വാളിഫൈഡ് അല്ല. നമ്മുടെ കൂടെ 6 മാസത്തിൽ കുറവാണ് താമസിച്ചിട്ടുള്ളതെങ്കിൽ ക്വാളിഫൈഡ് അല്ല. ഒക്കെ മനസ്സിലായോ? പോയിന്റ്സ് എല്ലാം ക്ലിയർ ആണോ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫോം 8857 എന്തിനായിരുന്നു യൂസ് ചെയ്തത്? നമ്മൾ ഇന്നലെ പഠിച്ചതാ, ഓർക്കുന്നുണ്ടോ നോക്കട്ടെ. ഫോം 8857. ഓക്കെ, ഗുഡ്. സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി. ഓക്കെ. ഇനി 8878ഉം 8879ഉം എന്തിനായിരുന്നു യൂസ് ചെയ്തത്? 8878 ആൻഡ് 8879. അതായത് നമ്മൾ ഈ സൈൻ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ് 8879 8878. സിഗ്നേച്ചർ ഓതറൈസേഷൻ കറക്റ്റ് ആണ്. ഓക്കെ. ഞാനൊരു എക്സാമ്പിൾ ചോദിക്കാം. ഇപ്പം ഞാൻ ഒരു ടാക്സ് പെയർ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ കുട്ടിയും കൂടിയാണ് താമസിക്കുന്നത്. എൻ്റെ കുട്ടിക്ക് 18 വയസ്സായി, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഇൻകം എന്ന് പറയുന്നത് 5,000 താഴെയാണ്, $5,000 താഴെയാണ്. പുള്ളിയുടെ മേജർ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ്, ഒരു പാരന്റ് എന്ന നിലയ്ക്ക് ഞാനാണ് നോക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എനിക്ക് ആ കുട്ടീനെ ക്വാളിഫയിങ് ചൈൽഡ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് കാണാൻ പറ്റുമോ ഇല്ലയോ? മോർ ദാൻ ഹാഫ് ഓഫ് ദി ഇയർ ആ കുട്ടി നമ്മുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. 6 months. സോ ഒബ്വിയസ്ലി നമുക്ക് ആ കുട്ടീനെ ഒരു ഡിപ്പെൻഡന്റ് അല്ലെങ്കിൽ ക്വാളിഫയിങ് ആയിട്ട് കാണാൻ പറ്റും. സെയിം ഇൻ ദ കേസ് ഓഫ് പാരന്റ് ഓൾസോ. പാരന്റ് ആയാലും എന്താണ്, നമ്മുടെ കൂടെ ആയിരിക്കണം 6 months അതിൽ കൂടുതലോ താമസിക്കുന്നത്. പിന്നെ ഒരു മേജർ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവാൻ പാടില്ല, നമ്മളെ ആശ്രയിച്ചാണ്, നമ്മളാണ് അവരുടെ ചെലവ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ആ പാരന്റിനെ ഡിപ്പെൻഡന്റോ ക്വാളിഫയിങ്ങോ ആയിട്ട് കൺസിഡർ ചെയ്യും. ആ ക്വാളിഫയിങ് പേഴ്സന്റെ എക്സാമ്പിൾസും കാര്യങ്ങളും എല്ലാം ക്ലിയർ അല്ലേ, ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത്? സോ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.